Welcome to Bosco Campus Vision. I am Mumtaz, Assistant Professor in Hindi, Don Bosco College, Kottayam. Dear students, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രേംചന്ദിന്റെ കഥയായ സദ്ഗതി. അതിന്റെ സാരാംശമാണ്, സമ്മറിയാണ്. ഓക്കെ, तो सदगति मुंशी प्रेमचंद जी की सर्वश्रेष्ठ कहानियों में से एक है. इस कहानी में उन्होंने एक ब्राह्मण काजीराम द्वारा एक क्षमा दुखी पर धर्म के नाम पर किए गए अत्याचार को दिखाया है. സദ്ഗതി ഹിന്ദിയിലെ മഹാനായ എഴുത്തുകാരൻ പ്രേംചന്ദിന്റെ മഹത്തായ കഥകളിൽ ഒരെണ്ണമാണ്. ഇതിൽ ഖാസിറാം എന്ന പുരോഹിത ബ്രാഹ്മണൻ എപ്രകാരമാണ് തന്റെ ജാതിപ്രീതി ഉപയോഗിച്ചുകൊണ്ട് ദളിതനായ ദുഃഖി എന്ന വ്യക്തിയുടെ അവകാശങ്ങൾക്കുമേൽ അദ്ദേഹത്തിന് കിട്ടേണ്ട നീതിക്കുമേൽ കടന്നു കയറുന്നത് എന്ന് കാണിച്ചു തരുന്നു. तो देखिए स्टूडेंट्स, प्रेमचंद की कहानी सदगति में दुखी दलित नायक अपने घर में एक पूजा के लिए गांव के ब्राह्मण को बुलाने जाता है. ब्राह्मण इस शर्त पर चलने को राजी होता है कि बदले में दुखी दलित उसके यानी ब्राह्मण के घर का वो सारा काम करेगा जो अभी तक पूरा नहीं हुआ है. मसलन झाड़ू, घर लीपना, गाय को घास डालना वगैरह वगैरह. साथ ही वो ये भी शर्त रखता है कि उसके घर के सामने पड़े हुए पेट की लकड़ी भी दुखी दलित को काटनी होगी. इसका मतलब ये नहीं है कि ब्राह्मण कहानी के नायक के घर जाने के लिए कोई दक्षिणा नहीं लेगा, बल्कि ये तो नायक के साथ चलने की शर्त है. फीस तो अलग से लगेगी ही. പ്രേംചന്ദിന്റെ സദ്ഗതി എന്ന കഹാനിയിലെ നായകൻ ദുഃഖി, അദ്ദേഹം ഒരു ദളിതനാണ്. അദ്ദേഹം തന്റെ മകളുടെ വിവാഹത്തിന് യോഗ്യമായ ഒരു മുഹൂർത്തം കുറിക്കാൻ വേണ്ടി ആ ഗ്രാമത്തിലെ ബ്രാഹ്മണ പുരോഹിതനായ ഖാസിറാമിന്റെ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ഖാസിറാം ആകട്ടെ താൻ ദുഃഖിയുടെ കൂടെ പോകണമെങ്കിൽ ദുഃഖി തന്റെ വീട്ടില് തൂക്കുക, വാരുക, അതുപോലെ വീട് മെഴുകുക, പശുക്കൾക്ക് പുല്ല് കൊടുക്കുക, ഇതുപോലുള്ള എല്ലാ ജോലികളും ചെയ്ത് തീർത്താൽ മാത്രമേ താൻ ദുഃഖിയുടെ വീട്ടിൽ പോവുകയുള്ളൂ എന്നുള്ള ഒരു കണ്ടീഷൻ വെക്കുന്നു. അതുപോലെ തന്നെ തന്റെ വീടിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ ഒരു വലിയ മരം അതിനെ ഫൈൻ ചോപ്സ് ആക്കി മാറ്റാനായിട്ട് നമ്മുടെ ദുഃഖിയോട് ആവശ്യപ്പെടുകയാണ്. ഇതിനർത്ഥം ഖാസിറാം ദുഃഖിയുടെ വീട്ടിൽ പോകുന്നതിന് ദക്ഷിണയൊന്നും വാങ്ങുന്നില്ലെന്നല്ല. ഈ ഒരു അവസ്ഥയിൽ ദുഃഖിയെ കൊണ്ട് ആ വീട്ടിലെ ജോലി മുഴുവൻ ചെയ്യിക്കുകയും അതോടൊപ്പം തന്നെ ഇതിന് പ്രത്യേകം ദക്ഷിണ വാങ്ങുകയും ചെയ്യുന്നു. तो जिस पेट को काटने के लिए दुखी को कहा जाता है उसमें एक गांड है जिसे मामूली कुल्हाड़ी से काटना लगभग नामुमकिन है. ये गांड रोटीवादी समाज का प्रतीक है. उस गांड पर फूके पेट कुल्हाड़ी चलाते चलाते दुखी का समय बीतता जाता है. गांड नहीं टूटती, लेकिन दुखी चमार की जिंदगी की गांड खुल जाती है. ब्राह्मण के घर के सामने इस दलित नायक की लाश पड़ी हुई है जो लगातार बारिश में भीग कर सड़ रही है. बारिश में क्या किया जाए? अगर ब्राह्मण किसी दलित को छू कैसे सकता है? കൊള്ളാം. ആ മരമാണെങ്കിലോ അതിന് നല്ല വികാസമുണ്ടായിരുന്നു. അതിനെ ഒരു സാധാരണ കോടാലി കൊണ്ട് വെട്ടാൻ വളരെയധികം പ്രയാസമായിരുന്നു. ഈ കെട്ട് നമ്മുടെ യാഥാസ്ഥിതിക സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ആ കെട്ടിന്മേൽ ഒഴിഞ്ഞ വയറുമായി കോടാലി കൊണ്ടടിച്ച് പാവം ദുഃഖിയുടെ സമയം പൊയ്ക്കൊണ്ടേയിരുന്നു. എന്നാൽ ആ മരത്തിന്റെ കെട്ട് അഴിഞ്ഞതേയില്ല. പക്ഷേ ദുഃഖിയുടെ ജീവിതത്തിന്റെ കെട്ട് അവിടെ അഴിഞ്ഞു വീഴുകയായിരുന്നു. അങ്ങനെ ആ ബ്രാഹ്മണ പുരോഹിതന്റെ വീടിന് മുൻപിൽ ആ ദരിദ്രനായ ദളിതന്റെ മൃതദേഹം വീണു കിടന്നു. പ്രതീക്ഷിക്കാതെ വന്ന മഴയിൽ ആ മൃതദേഹം വേഗം അഴുകാനും തുടങ്ങി. പക്ഷെ എന്തു ചെയ്യാം? ഒരു ബ്രാഹ്മണനെ ഒരു ദളിതന്റെ ശരീരത്തിൽ സ്പർശിക്കാമോ? इस असमंजस में समय बीतता जाता है. आकर फेद खुल जाने के डर और लाश के सडांत के बचने का फैसला लिया जाता है. ब्राह्मण दुखी के पैर में एक फंदा डालकर उसे घसीटता हुआ गांव से बाहर ले जाता है और एक कचरे के ढेर में फेंक देता है. ഈ ഒരു ആശയക്കുഴപ്പത്തിനിടയ്ക്ക് സമയം പൊയ്ക്കൊണ്ടേയിരുന്നു. മൃതദേഹം അഴുകി അതിൽ നിന്ന് ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയിരുന്നു.
ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടുക എന്ന് ഉറച്ചു തീരുമാനമെടുത്ത കാസീറ ഒരു കയറെടുത്ത് കുരുക്കുണ്ടാക്കി അത് ദുഃഖിയുടെ കാലിൽ പിടിപ്പിച്ച് ദുഃഖിയുടെ ശവശരീരം ഗ്രാമത്തിലെ റോഡിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് അവസാനം ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്തേക്കുള്ള ഒരു മാലിന്യ കൂമ്പാരത്തിൽ കൊണ്ട് തള്ളുന്നു. निष्कर्ष, मुंशी प्रेमचंद की कहानियों में दलित समाज की तत्कालीन परिस्थितियों का यथार्थ अंकन किया गया है. अफवाहों व उपेक्षाओं से निर्मित उनका दैनिक जीवन दारुणांत व करुण से भरा हुआ है. उनकी कहानियों के सभी पात्र वास्तविक जीवन से मेल खाते हैं. कहीं भी बोझिलता या बनावटीपन प्रदर्शित नहीं होता. ये कहानियां पढ़ने के बाद सहज ही अनुमान लगाया जा सकता है कि पिछड़ी जाति को अछूत मानकर जो अत्याचार किया गया वह कितना अमानवीय व घृणित है. प्रेमचंद जी दलितों के सच्चे समर्थक थे. अगर उनके मन में ये भावना न होती तो वे अपनी रचनाओं में दलितों की यथार्थ स्थिति का इतना सटीक व मार्मिक चित्रण न कर पाते. अपनी कहानियों के द्वारा उन्होंने दलितों पर होने वाले हर प्रकार के अत्याचार को अभिव्यक्ति प्रदान की है. മുൻഷി പ്രേംചന്ദ് തന്റെ രചനകളിലൂടെ നമ്മുടെ ദളിത് സമൂഹം അനുഭവിക്കുന്ന എല്ലാത്തരം പ്രശ്നങ്ങളെയും മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെല്ലാം തന്നെ യാഥാർത്ഥ്യ ജീവിതവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുന്നവരാണ്. തൻ്റെ കഥകളിലൂടെ ദളിതർക്ക് നേരെ നടക്കുന്ന എല്ലാ രീതിയിലുള്ള ആക്രമണങ്ങളെയും അവഗണനയെയും അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ അവതരിപ്പിക്കുവാൻ പ്രേംചന്ദിന് സാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.